എല്ലാവർക്കും ട്രിപ്പ് പോകാനൊക്കെ ഇഷ്ടമാണെങ്കിലും ചൂട്, കാറ്റ്, മഴ അങ്ങനെയുള്ള ചില തടസ്സങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നില്ലേ? അങ്ങനെ മടുപ്പ് തോന്നിയാണെങ്കിലും നമുക്ക് പോകാനുള്ളൊരു പ്രചോദനം നമ്മുടെ ഫാമിലിയുടെ കൂടെ പോകുമ്പോഴാണ്. അപ്പം അങ്ങനെ നമ്മൾ വയനാട് പോയ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാനിപ്പോൾ എഴുതിയ പോലെ തന്നെ കുറുവ ദ്വീപ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വയനാടെന്ന് പറഞ്ഞാലേ നമുക്കൊരു കാട് ഫീലിംഗ് ആണ് വരിക. ഞാനൊക്കെ പണ്ട് വിചാരിച്ചിരുന്നത് വയനാടെന്ന് പറഞ്ഞാൽ ഫുൾ കാടായിരിക്കും. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ചുരം സിനിമയിലൊക്കെ അതെവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വയനാട് പറയുമ്പോൾ ചുരം സിനിമയാണ് ഓർമ്മ വരിക. ആ ഒരു കാടുകളും മലകളും ആ ഒരു പ്രതീതിയിലാണ് പോയത്. പക്ഷേ ഒരു ഭാഗം ഫുള്ള് സിറ്റിയും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ കാട് ഏരിയയും അവിടെ ഭയങ്കര കൂടുതലാണ്. അപ്പം അങ്ങനെ പ്രശസ്തമായിട്ടുള്ള ഒരു കുറുവ ദ്വീപ് എന്ന് പറഞ്ഞ ഒരു പ്ലേസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം അങ്ങോട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 1 hour മേലെ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഫുള്ള് പാർക്കിങ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു തിരക്കുണ്ടാവില്ല എന്ന്. പിന്നെ ഇവിടെ നമുക്ക് ക്യൂ നിന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഇവിടെ ടിക്കറ്റ് ചാർജസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ക്യൂ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ ഫുൾ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ ഈ മഴയത്തൊക്കെയാണോ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ വീഴുന്ന മരത്തിൻ്റെ വേരുകളൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്കൊക്കെ ഇത്രയും വലിയൊരു മരത്തിൻ്റെ സീൻ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണല്ലോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കലും അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും പല പോസുകൾ, പല ആൾക്കാരുടെ കൂടെയുള്ള ഫോട്ടോകളൊക്കെ നമുക്കിതുപോലെ വർഷത്തിലൊരിക്കലല്ലേ ഇതുപോലെയൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ ഉള്ള സമയം കിട്ടുള്ളൂ, അവസരം കിട്ടുള്ളൂ. കസിൻസിൻ്റെയും അല്ലെങ്കിൽ ഫാമിലിയുടെ ഒക്കെ കൂടെ. അല്ലാതെ എപ്പോഴും വിചാരിച്ച് നടക്കണ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് കൂടെ നടക്കണം. അപ്പോൾ ഇവിടെ ചെന്നാൽ ശരിക്കും ഒരു ഗ്രാമീണ ഒരു അന്തരീക്ഷം, ഒരു നെൽപ്പാടങ്ങളും പാടങ്ങളൊക്കെ ഉള്ള പോലെയും ഒക്കെ ഉണ്ട്. പക്ഷെ വീടുകളൊന്നും എവിടെയും കണ്ട പോലെ തോന്നിയില്ല. 2 കട 3 കടകളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് അത്യാവശ്യം വേണ്ട ഈ മാഗ്നറ്റോ അല്ലെങ്കിൽ വെള്ളം, ജ്യൂസ്, സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെയുള്ള ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു വലിയൊരു ജില്ല തന്നെയാണല്ലോ വയനാടെന്ന് പറയുമ്പോൾ. ഏലഗിരിയോ ഏർക്കാടോ ഒക്കെ പോകുമ്പോൾ നമുക്കൊരു ഹിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് കുറച്ച് ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. 1 മണിക്കൂർ യാത്ര, 1.5 മണിക്കൂർ യാത്രയൊക്കെയാണ് ഒരു പ്ലേസ് ടു വേറൊരു പ്ലേസിലേക്ക്. അപ്പോൾ നമുക്കങ്ങനെ യാത്രയിൽ കുറേ സമയം പോവും. പിന്നെ എവിടെ പോയാലും ഇതുപോലെ കുറേ നടക്കാനുണ്ടാവും. നമ്മളാണെങ്കിൽ ഒരു മെയ് 2nd വീക്കൊക്കെ ആയിട്ട് പോയതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു, വെയിലുമൊക്കെ. പിന്നെ സഹിക്കാൻ പറ്റുന്ന പോലെ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര പീക്ക് സമ്മർ എന്നൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടി. അങ്ങനെ നടന്ന് നമ്മളിത് ഈ ഒരു നദിയുടെ കരയിലേക്കാണ് കേട്ടോ വന്നിരിക്കണേ. അത് ഇവിടുത്തെ ആ ഗാർഡ് പറഞ്ഞത് കബനി നദിയാണെന്നാണ്. അപ്പം ഞാൻ കബനി നദി എന്നൊക്കെ കേട്ടിരിക്കുന്നത് ലവ് 24/7 എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിൽ നിഖില വിമൽ പറയുന്നില്ലേ ആ ഒരു കബനി എന്നുള്ള പേര് വരാനുള്ള കാരണം. അങ്ങനെയാണ് ഞാൻ കബനി ആദ്യമായിട്ട് കേൾക്കണേ. അതിവിടെ വന്നിട്ട് ആ ഗാർഡ് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ആണോ ഈ റിവറാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു സ്ഥലം കുറുവ ദ്വീപ് എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ മൺസൂണൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് പ്രവേശനമൊന്നും ഉണ്ടാവില്ല അത്രേ. കാരണം ഇപ്പം നമ്മൾ നിൽക്കണ ഈ ഒരു കര പോലും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. അപ്പോൾ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബാംബു റാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ബാംബു വെച്ചിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ നമ്മളതിനെ ഇങ്ങനെ ഫുള്ളൊന്നും ഇങ്ങനെ ചുറ്റിക്കറക്കും. അത് ഒരു ഫാമിലിയായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഒരു ബാംബുവിൽ തന്നെ നമുക്ക് കയറാം. എന്നിട്ട് അത് ജസ്റ്റ് അവർ ഒരു തുഴഞ്ഞിട്ടൊന്നുമല്ല പോകുന്നത്, കയറ് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഫുൾ ചുറ്റും മരത്തിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കയറ് കെട്ടിയിട്ട് നമ്മളെ കൊണ്ടുപോകണം. ആ ചേട്ടൻ ആ കയറ് പിടിച്ചിങ്ങനെ വലിച്ചിട്ട് അങ്ങനെയാണ്. നല്ലൊരു അധ്വാനമുള്ളൊരു പണിയാണ് കേട്ടോ ശരിക്കും. പിന്നെ അവിടെ ഈ ഒരു ഒഴുക്കൊന്നും അധികം ഇല്ലാത്തൊരു സമയമാണ്. കാരണം സമ്മറായതുകൊണ്ട് വെള്ളമൊന്നും വന്നിട്ടില്ല. പക്ഷേ മൺസൂണൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വെള്ളം വന്നിട്ട് ഇവിടെ നിറയുത്രേ. അപ്പോൾ ഇവർക്കൊന്നും ഈ ഒരു ജോലി ഉണ്ടാവില്ല. പിന്നെ നമ്മളത് ഈ കാട്ടിൻ്റെയും വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ നമ്മളതിനെ ആ ഒരു കയറ് കെട്ടിയ സ്ഥലത്ത് കൂടെയാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകണത്. അപ്പോൾ ഓരോ സ്ഥലത്ത്
അവർ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ. ഞാനാണെങ്കിൽ എല്ലാവരുടെയും ഒരു ഫ്രെയിമിൽ കൊള്ളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഫോട്ടോ എടുക്കാൻ. പക്ഷെ ഫോട്ടോ നടന്നില്ല, വീഡിയോയിൽ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരുടെയും ഉൾക്കൊള്ളിച്ചു. അങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടാൽ നല്ല രസമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ അരുവികൾ പോലെ ഒഴുകി വരണൊക്കെ കാണുമ്പോൾ. പിന്നെ ഈ ഒരു മാവിൻ്റെ കാര്യം പറയുന്നത് കാട്ടുമാവാണ്, അതിൽ നിറച്ച് മാങ്ങ നിൽക്കണ്ടേ. അപ്പോൾ കാട്ടുമാവാണ്, മാങ്ങയുണ്ട് എന്നൊക്കെ ഇങ്ങനെ, പിന്നെ ഓരോരോ പല ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പുറത്തെ കരയിൽ നമ്മളെ കൊണ്ടുവന്നാക്കിയ ചേട്ടൻ, എന്നിട്ട് തിരിച്ചു പോയി അടുത്ത ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി വന്ന ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചേട്ടൻ തന്നെ പറയണ്ടായിരുന്നു, ഈ വെള്ളം പോലെയല്ല, കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ ഒരു വെള്ളമുള്ള സ്ഥലമുണ്ട്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കുകയും അതിൽ വെള്ളത്തിൽ കളിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് നടക്കാൻ പറഞ്ഞു. അങ്ങനെ ആൾക്കാർ പോണ വഴി കൂടെ നമ്മളിങ്ങനെ നടക്കുക. പിന്നെ എല്ലാം സൈൻ ബോർഡ്സും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാലങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒന്ന് മൺസൂൺ ആയാലും ആൾക്കാർ വരുമല്ലോ സ്റ്റാർട്ടിങ് സമയത്ത്, അപ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബാംബൂവിൻ്റെ പാലങ്ങൾ ഇങ്ങനെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നമുക്കിപ്പോൾ സമ്മറായതുകൊണ്ട് അറിയാത്തതാണ്, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മൺസൂൺ സമയത്ത് അറിയാം. പിന്നെ ഓരോ സ്ഥലത്ത് ഇതുപോലെ ഊഞ്ഞാലുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നെ വൈകിട്ട് 3:30 വരെ ഉള്ളൂ, 3:30-ക്കുള്ളിൽ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിയിരിക്കണം. അങ്ങനെയാണ്, 9 to 3:30 ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പോകുന്നതൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ പോലും അറിയണില്ല, നല്ല കാറ്റും ഒരു ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോയത്, ഈ ഒരു കാട് ഏരിയ ആയതുകൊണ്ട്. പിന്നെ പോണ വഴിക്ക് ഇങ്ങനെ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഇരിക്കാൻ ഇങ്ങനെ കുറേ സീറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ നമുക്ക് പറമ്പിൽ തന്നെ മരങ്ങളുണ്ടാവും, നമുക്ക് അതിൽ കയറി ഇരുന്നിട്ട് കളിക്കാനും പിന്നെ മരത്തിൽ ഊഞ്ഞാലിടാനും ഒക്കെ സൗകര്യം ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്. പക്ഷേ നമ്മളുടെ കുട്ടികളുടെ സമയം വന്നപ്പോഴേക്കും ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റ് ജീവിതത്തിലൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഈ മരത്തിൽ കയറിയിട്ടൊന്നും ഒരു ശീലവും ഇല്ല. അങ്ങനെ ഞാൻ മരത്തിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുപ്പിക്കാനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു, പഴയ കാലവും പുതിയ കാലമൊക്കെ ഉള്ളത്. പിന്നെ ഊഞ്ഞാൽ, ഇതുപോലെയുള്ള ഊഞ്ഞാലിലൊന്നും ഇവർ ആടിയിട്ടേ ഉണ്ടാവില്ല, കാരണം നമ്മുടെ വീടുകളിലൊന്നും ഇങ്ങനെ കെട്ടാനുള്ള സൗകര്യം ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അവരതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു, ഊഞ്ഞാലാട്ടവും മരത്തിൽ ചാടി കയറുന്നതും ഒക്കെ. പിന്നെ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, എനിക്ക് ഈ കാടും മേടും മലയും കുന്നുമൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നാലും എനിക്കിത് ബോറടിക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ഓരോ ഡീറ്റെയിലിങ്ങും ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ പോവുള്ളൂ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ. പിന്നെ കുട്ടികളുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ഫാമിലിയുടെ കൂടെ കസിൻസിൻ്റെ കൂടെ പോകുമ്പോൾ ആ ഒരു രസം വേറെ തന്നെയാണ്. അപ്പോൾ അതായത് നമുക്കറിയുന്ന ആൾക്കാരാണ്, തമാശ പറഞ്ഞിട്ടും ചിരിച്ച് കളിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലിംഗ് ആണ്. എല്ലാ വെക്കേഷനും ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ തെളിഞ്ഞ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും ഇറങ്ങി കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ മാത്രമേ ഇറങ്ങിയൊന്നുമില്ല. കുട്ടികളാണെങ്കിൽ അവർ പോയി വെള്ളത്തിലൊക്കെ കളിച്ച് നനഞ്ഞ് ഒരു വിധത്തിലാണ് കയറിയത്. പിന്നെ എക്സ്ട്രാ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കിത്തു ചെറിയ കുട്ടിയായതുകൊണ്ടും ഹൈറ്റ് കുറവായതുകൊണ്ടും അവളുടെ പാൻറ്റ് മാത്രം നനഞ്ഞതുകൊണ്ട് അവിടുന്ന് തന്നെ നമ്മളൊരു പാൻറ്റ് വാങ്ങേണ്ടി വന്നു അവൾക്ക്. എന്നിട്ട് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ അവിടുന്ന് നേരെ പോയത് ബാണാസുര ഡാം കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് നമ്മുടെ വയനാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ബാണാസുര സാഗർ ഡാം എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാമാണ്. പിന്നെ ഇതിൽ എഴുതിയേക്കണ പോലെ തന്നെ ഏഷ്യയിലത്തെ തന്നെ 2nd ലാർജസ്റ്റ് ഡാമാണ്. അപ്പോൾ അത് മിസ് ചെയ്യാൻ പാടില്ല, അതൊരു മെയിൻ ലാൻഡ്മാർക്ക് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി. നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഡാം തന്നെയായിരുന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു, ഉള്ളിൽ വേറെ വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം സിപ്പ് ലൈനൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച് ഈ സ്റ്റെപ്പ്, അതൊരു വലിയ സ്റ്റെപ്പുമായിരുന്നു. നമ്മൾ ഇത്രയും ഹൈറ്റിൽ കയറി എല്ലാവരും കൂടിയിട്ട്. മുകളിൽ കയറിയതിന് ശേഷം നമ്മളവിടെ നിന്നപ്പോഴാണ് അവിടെ ടിക്കറ്റൊക്കെ വെച്ചിട്ട് ട്രാവലറിൽ നമ്മളെ മുകളിലേക്കും താഴത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടു. അത് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിൽ കയറി വരായിരുന്നു, ഇത്രയും സ്റ്റെപ്പ് കയറണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ വിചാരിച്ച പോലെയല്ല കേട്ടോ, ഇത് കാടല്ലല്ലോ, നല്ല ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ടും നട്ടുച്ചയായതുകൊണ്ടും നല്ല ചൂടായിരുന്നു. പിന്നെ മലകളുടെയൊക്കെ ഇടയിലായതുകൊണ്ട് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ടായിരുന്നു.
പിന്നെ കുടയൊക്കെ പിടിച്ചിട്ട് നടന്നാലും നമ്മളെ കാറ്റിങ്ങനെ നമ്മളെ വലിച്ചുകൊണ്ട് പോണൊരു അത്രയും ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു. പിന്നെ ഇതേ കാണുന്ന പോലെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെയാണെന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല. കാഴ്ചയൊക്കെ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. അതായത് ആ ഒരു റിസർവോയറും പിന്നെ ഇപ്പുറത്തെ സൈഡിലെ ആ ഒരു പുൽത്തകിടിയും എല്ലാം നല്ല രസമായിട്ട് ഫോട്ടോസിനും എല്ലാത്തിനും പറ്റിയതായിരുന്നു. പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മുകളിൽ കൂടെ തന്നെ നടന്നിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഷെയ്ഡായിട്ട് ഇരിക്കാനും കുറച്ച് കാഴ്ചകൾ കാണാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നടന്നു. കുട്ടികൾ പറഞ്ഞു അവർ വരണില്ല എന്ന്, കാരണം ഈ വെയിലത്തും ചൂടത്തും നടക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് നടന്നിട്ട് അവിടം വരെ ഒന്ന് പോയിട്ട് തിരിച്ചിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വന്നു. അപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പായിട്ടോ, കാരണം ലഞ്ച് കഴിച്ചിട്ടില്ലല്ലോ. ലഞ്ചിൻ്റെ ടൈം ആയതുകൊണ്ടും പിന്നെ സിപ്പ് ലൈനിൽ നല്ല തിരക്കുമായിരുന്നു, നല്ല ചാർജും ആയിരുന്നു കേട്ടോ. പെർ പേഴ്സൺ എത്രയോ 450 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ഷോപ്പിങ്ങിനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് ചെറിയ ചെറിയ എന്തൊക്കെയോ മാഗ്നറ്റ്സ് പിന്നെ ചെറിയ ടോയ്സ് അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വളരെ യാദൃശ്ചികമായിട്ട് നമുക്ക് ഒരാളെ കാണാൻ പറ്റിയിട്ടോ. അവിടെ ഒരു ഷൂട്ടിങ് നടക്കുമായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഫോട്ടോയോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആൾ നമ്മളെ കണ്ടു, നമ്മൾ ഹായ് ഒക്കെ പറഞ്ഞ് റോട്ടിൽ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ലൊരു സംഭവം കൂടി ഉണ്ടായി. ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു സമയവും സന്ദർഭവും അല്ലായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ തിരിച്ച് മല ഇറങ്ങാൻ വേണ്ടി വന്നപ്പോഴേക്കും ഭയങ്കര ട്രാഫിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ നിർത്തി പതുക്കെ ഈ ഹെയർ പിൻ ബെൻഡുകൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷൂട്ടൊക്കെ ചെയ്തു ചെറുതായിട്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ തന്നെ വയനാട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോടാണല്ലോ പോകുന്നത്. ആ കോഴിക്കോട് വഴിയാണ് നമ്മൾ തൃശ്ശൂർക്ക് പോകുക. അപ്പോൾ കോഴിക്കോട് നിർത്തിയിട്ട് നമുക്ക് ഡിന്നർ അവിടെ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം കോഴിക്കോട് ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഞാനൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയണ്ടായിരുന്നു നമുക്ക് ഡിന്നർ കോഴിക്കോട് നിന്നാക്കാമെന്ന്. അങ്ങനെ ഏകദേശം ഒരു രാത്രിയൊക്കെ ആയിണ്ടാവും നമ്മൾ കോഴിക്കോട് എത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പോയത് ബിരിയാണി കഴിക്കാൻ തന്നെയാണ് കേട്ടോ. വേറെ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബീച്ചിൽ പോവാം, പിന്നെ ആ ഒരു SM സ്ട്രീറ്റോ അങ്ങനെ ഒരു സ്ഥലത്ത് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടൈം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ പ്ലാന് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു. നേരെ റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു. ബിരിയാണി കണ്ട തിരക്കിലാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ എനിക്ക് തോന്നിയില്ല. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മളെ ബീച്ച് സൈഡിലേക്ക് കൊണ്ടുവന്നാക്കി കേട്ടോ വണ്ടി. എന്നിട്ട് ആൾ അവിടെ പാർക്ക് ചെയ്തു. നമ്മൾ ബീച്ചിൽ കുറച്ച് നേരമൊക്കെ നടന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഒരു അത്തർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ കമ്മൽ, വള, മാല, കമ്മൽ ഐറ്റംസ് ഒക്കെ ഈ ബീച്ച് സൈഡിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ കുഞ്ഞു ഷോപ്പിങ്സൊക്കെ നടത്തി. അങ്ങനെ നമ്മൾ പതുക്കെ തിരിച്ച് വണ്ടിയിൽ വന്ന് കയറി വീട്ടിൽ പോയി. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു വയനാട് ട്രിപ്പിൽ നടന്നിരിക്കണേ. അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗത്ത് ഇതൊരു 10-10:30 സമയം കേട്ടോ. എന്നിട്ടും ആൾക്കാരുടെ തിരക്ക് ഒരു കുറവുമില്ല. ഞായറാഴ്ചയാണ്, അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവുമായിരിക്കും. പകലൊക്കെ ഒന്ന് വന്ന് കാണണം എന്ന് എനിക്ക് അതിന് ശേഷം ആഗ്രഹം വന്നു കേട്ടോ. കാരണം രാത്രി വൈബ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഒരു 1 ഡേ ട്രിപ്പ് നാട്ടിൽ പോകുമ്പോൾ അടിക്കണം എന്നുണ്ട് കോഴിക്കോട്ടേക്ക്. അപ്പോൾ അവിടുത്തെ മിഠായി തെരുവും ഒരു സ്ട്രീറ്റും എല്ലാം പോയി നമുക്ക് ബീച്ച് സൈഡിലൊക്കെ വന്നിട്ട് 1 ഡേ ട്രിപ്പായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. വയനാട് ട്രിപ്പ് ഔദ്യോഗികമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.